നമസ്കാരം. പഴമയുടെ മധുരം നിറഞ്ഞ ഗോതമ്പ് പായസം നാടൻ രുചിയിൽ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. പഴയകാല രുചികൾ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ തീർച്ചയായും പ്രിയപ്പെട്ടതാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കിയാലോ. 1 കപ്പ് ഗോതമ്പ്, 250 ഗ്രാം ശർക്കര, 1 നാളികേരം, കുറച്ച് ഏലക്കാപ്പൊടി. 1 കപ്പ് ഗോതമ്പം തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്ത് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് പായസം വൈകുന്നേരമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ രാവിലെ കുതിർത്താൽ മതി. ഇനി നമുക്ക് തേങ്ങ ചിരകിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങ തന്നെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ തേങ്ങയില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പായസം തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ആദ്യത്തെ പാൽ എടുത്തതിന് ശേഷമാണ് ഞാൻ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് 2ാം പാലും 3ാം പാലും അടിച്ചെടുക്കുന്നത്. നമുക്കിതിനെ 2 തവണ അടിച്ചെടുക്കാം. ഇത് 2ാം പാലും 3ാം പാലും. ഗോതമ്പ് പായസം ഷുഗറുള്ളവർക്കും കഴിക്കാം. ശർക്കര ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത് കൊണ്ട് ഷുഗറുള്ളവർക്കും അത്യാവശ്യം കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഇനി ഒരു പാത്രത്തിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് 3 പാല്, 2ാമത്തെ പാല്, 3ാം പാല്. ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. പണ്ട് കാലങ്ങളെല്ലാം അടുപ്പിൽ വെച്ചിട്ടാണ് ഗോതമ്പ് വേവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് കുക്കറുള്ളതുകൊണ്ട് വേഗം ഗോതമ്പ് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് 1 കപ്പ് കഴുകി വെച്ച കുതിർത്ത ഗോതമ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. 3ാം പാൽ എടുത്ത് വെച്ച് ഇതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 3ാം പാൽ ഒഴിച്ച് വേവിക്കുമ്പോൾ ഗോതമ്പും അതിൽ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഗോതമ്പ് തേങ്ങാപ്പാലിൽ വേവിച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഈ കുക്കർ അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനായുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രത്തിലേക്ക് 3 അച്ച് വെല്ലവും അതിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് ഉരുക്കിയെടുക്കാം. നമ്മുടെ കുക്കർ 5-6 വിസിൽ വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കര പാനിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഈ കുക്കറൊന്ന് അടുപ്പത്ത് വെച്ച് നമ്മുടെ ഗോതമ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഗോതമ്പും ശർക്കരയും കൂടി നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം അത് ഒരു 5-10 മിനിറ്റ് ശർക്കരയിൽ കിടന്ന് വേവണം. ശർക്കരയുടെ മധുരം എല്ലാം ഗോതമ്പത്തിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലും ഗോതമ്പും ശർക്കരയും എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് അതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ ഏകദേശം റെഡിയായിട്ട് ഇതെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം തിളക്കാൻ പാടില്ല. ആ ഒരു ചൂടിൽ തന്നെ അത്
യോജിച്ച് വരണം. ഇനി പായസത്തിന് ഫ്ലേവർ കൂട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി നമുക്ക് ഇട്ട് യോജിപ്പിച്ച് ഇതിലേക്ക് അവസാനമായി 2 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ പായസം നമുക്കിവിടെ സെർവിങ് ബൗളിലേക്ക് ഒഴിക്കാൻ വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയാലോ. സൂപ്പർ ടേസ്റ്റിയായ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ ഗോതമ്പ് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. Thank you for watching my video.